മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായികയാണ് കെ.എസ്. ചിത്ര. പതിറ്റാണ്ടുകൾ നീണ്ട ചിത്രയുടെ കരിയറിൽ ആ വാനമ്പാടിയ ശബ്ദത്തിൽ മലയാളികൾക്ക് നിരവധി ഗാനങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ചിത്രയുടെ ഒരു പാട്ടെങ്കിലും കേൾക്കാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ എന്നുള്ളതും സംശയമാണ്. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ആളുകളിൽ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ചിത്രയ്ക്ക് ഒരു അപകടം സംഭവിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിമാനത്താവളത്തിൽ വെച്ചാണ് ചിത്രയ്ക്ക് അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ലായിരുന്നു. ഇപ്പോൾ ചിത്ര തന്നെയാണ് അതിന് മറുപടി നൽകിയിരിക്കുന്നത്. പാട്ടുകാരി എന്ന രീതിയിൽ മാത്രമല്ല, വ്യക്തി എന്ന രീതിയിലും ഏറെ പ്രിയപ്പെട്ടവളാണ് മലയാളികൾക്ക് കെ.എസ്. ചിത്ര. ഒട്ടുമിക്ക സെലിബ്രിറ്റികൾക്കും ആരാധകർക്കും ഒപ്പം തന്നെ വലിയൊരു അളവിൽ വിമർശകരും ഹേറ്റേഴ്സും കൂടി കാണും. എന്നാൽ അത്തരത്തിൽ ഹേറ്റേഴ്സ് ഇല്ലെന്ന് തന്നെ പറയാവുന്ന ഒരു പ്രതിഭയാണ് ചിത്ര. ചിത്രയുടെ പാട്ടിനോടും തന്നെ മലയാളികൾക്ക് ലാളിത്യം നിറഞ്ഞ ആ പെരുമാറ്റത്തിൻ്റെയും പുഞ്ചിരിയുടെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഏഷ്യനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 പ്രധാന വിധികർത്താക്കളിൽ ഒരാൾ കൂടിയാണ് കെ.എസ്. ചിത്ര. കഴിഞ്ഞ എപ്പിസോഡിൽ പരിക്കേറ്റ് കൈയുമായാണ് കെ.എസ്. ചിത്ര സ്റ്റാർ സിംഗർ വേദിയിലേക്ക് എത്തിയത്. ചെന്നൈ എയർപോർട്ടിൽ വെച്ചുള്ള അപകടത്തെ തുടർന്ന് ചിത്രയുടെ കൈക്ക് പരിക്കേറ്റു. വീഴ്ചയിൽ തോളിൽ ഡിസ്ലൊക്കേറ്റ് ആവുകയും ചെയ്തു. അപകടത്തെക്കുറിച്ച് കെ.എസ്. ചിത്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ചെറുതായിട്ട് ഞാൻ വീണു. ഹൈദരാബാദിലേക്ക് പോകാനായി ചെന്നൈ എയർപോർട്ടിൽ നിൽക്കുകയായിരുന്നു. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഹസ്ബൻഡ് വരാനായി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പേർ ഫോട്ടോ എടുക്കാനായി തൻ്റെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് ടേബിൾ മുകളിൽ വെക്കേണ്ട ട്രേ എല്ലാം കൂടെ എൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ആവേശത്തിൽ ആരൊക്കെ എൻ്റെ കാലിൻ്റെ തൊട്ടി പിറകെ തന്നെ വെച്ചിട്ട് പോയിരുന്നു. എന്നാൽ ഞാനത് കണ്ടതുമില്ല. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അവർ പോയി. ഞാൻ തിരഞ്ഞു നടക്കാനായി ഒരു കാൽ വെച്ചതേ ഉള്ളൂ. എൻ്റെ കാൽ നേരെ ട്രെയിനിൽ ഇടിച്ച് എൻ്റെ ബാലൻസ് പോയി. ഞാൻ താഴെ വീഴുകയായിരുന്നു. ഷോൾഡർ ബോൺ ഡിസ്ലൊക്കേറ്റായി 1 ഇഞ്ചോളം താഴോട്ട് ഇറങ്ങി വന്നു. സഹിക്കാനാകാത്ത വേദന അസ്ഥി തുളച്ച് കയറുന്നതുപോലെ അനുഭവിക്കപ്പെട്ടു. 3 ആഴ്ച ഹീലിംഗ് പീരീഡാണ്. അത് കഴിഞ്ഞ് ഒരു 3 മാസത്തോളം വളരെയധികം സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഏഷ്യനെറ്റിൻ്റെ സ്റ്റാർ സിംഗർ വേദിയിൽ ചില സംസാരത്തിനെ തുടർന്നാണ് എല്ലാവരും അപകടാവസ്ഥയെക്കുറിച്ച് മനസ്സിലായത്. നിരവധി പേർക്കാണ് ചിത്രയെ എത്ര പെട്ടെന്ന് തന്നെ കൈ ഭേദമാകട്ടെ, റെസ്റ്റ് എടുക്കൂ എന്നൊക്കെ പറയുന്നത്. എന്നാൽ നിരവധി പ്രോഗ്രാമുകൾ തന്നെ ചിത്ര നേരത്തെ ഏറ്റുപോയത് കൊണ്ട് തന്നെ അതിലെല്ലാം പങ്കെടുത്തേ മതിയാകൂ. കാരണം റെസ്റ്റ് എടുക്കാൻ തനിക്ക് സാധിക്കില്ല, മാക്സിമം താൻ റെസ്റ്റ് എടുക്കാൻ നോക്കും എന്ന് ചിത്ര തന്നെയാണ് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവർ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മൾ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്തു കൊടുത്തിരിക്കണം. അവിടെയാണല്ലോ നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് ചിത്രയുടെ വാക്കുകൾ. എത്രയും പെട്ടെന്ന് തന്നെ ചിത്ര ചേച്ചിക്ക് സുഖം പ്രാപിക്കട്ടെ, മാക്സിമം റെസ്റ്റ് എടുക്കാൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആരാധകരുടെ പിന്തുണ. വാർത്തകളും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.